ഹലോ, യൂട്യൂബിൽ വ്ളോഗ് ചെയ്തിട്ട് വലിയ ശീലമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ പ്രോഗ്രാമിന് പോവാണ്. പ്രോഗ്രാമിന് പോകുമ്പോൾ ഇപ്പോൾ ഉള്ളത് തലശ്ശേരി അൻഷരയുടെ വീട്ടിലാണോ. അപ്പോൾ അമ്മൂൻ്റെ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് പോകാൻ ഈ പുറകിൽ തൂങ്ങിക്കിടക്കുന്ന എൻ്റെ ഔട്ട്ഫിറ്റ് ലേഡീസ് പ്ലാനറ്റിൽ നിന്ന് എടുത്തൊരു ഔട്ട്ഫിറ്റാണ്. പിന്നെ മേക്കപ്പ് ചെയ്യാൻ ഇത് പെഞ്ചു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രഗ്യ മേക്കപ്പ് പൗച്ചാണ്. ഇത് 1-2 സാധനം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത് എടുത്ത് വെച്ചിട്ട് പിന്നെ ഇത് എൻ്റെ പൗച്ചാണ്. മേക്കപ്പിൻ്റെ ഡീറ്റെയിൽ പറയാനുള്ള സമയമൊന്നുമില്ല. 3:30 ഇറങ്ങിയാൽ ഞാൻ 4:30 എവിടെ എത്തണ്ടേ? കണ്ണൂർ പയ്യാമ്പലത്ത് എത്തുള്ളൂ. അതുകൊണ്ട് മേക്കപ്പിന്റെ പ്രൊഡക്ട്സ് ഒക്കെ വീഡിയോയിൽ ഇങ്ങനെ ജസ്റ്റ് എടുത്തെടുത്ത് പൊക്കോളും. അതിന് മാത്രം നല്ല സാധനങ്ങളൊന്നുമില്ല. മീശയുണ്ട് ഗൈസ്, അതുകൊണ്ട് SPF 30 ഉള്ളൂ അല്ലേ? 30 ന്യൂട്രജൻ അല്ലേ? ഈ സാധനം തുറക്കുമ്പോൾ ചീന്നോട്ട് വരും. ഞാൻ നേരത്തെ പെട്ടതാ. മൊത്തം കറുത്തിരിക്കുക, ഉറക്കില്ല. അതെന്താ അതെന്താന്ന് ചോദിച്ചപ്പോ എന്താ പറയാ, പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഉണ്ടായിട്ടൊന്നല്ല. വെറുതെ ഉറങ്ങാണ്ടിരിക്കുക, ഗെയിം കളിക്കുക. ഗെയിമിന്റെ അഡിക്റ്റാണ്. ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുക. ലിപ്സ്റ്റിക്, പാവങ്ങളുടെ ബ്ലഷ്. ഇത് ഏതൊക്കെ വീഡിയോയിലൊക്കെ കണ്ടതിന് ശേഷം ബ്ലഷ് വാങ്ങിക്കാൻ തോന്നാറേ ഇല്ല. പക്ഷെ എനിക്ക് ബ്ലഷിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഞാൻ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ടുള്ളൂ ഈ ബ്ലഷ് പരിപാടി തുടങ്ങിയിട്ട്. ഇങ്ങനെ തന്നെയാണ് തോന്നുന്നല്ലേ? ടാപ്പ് ചെയ്ത പോലെ. ബ്ലഷ് ഓടി ഞാൻ പിന്നെ ബ്ലഷ് മൂക്കുമ്മയും കൂടെ കുറച്ച് മൂക്കുമ്മ ഇടുന്നതാണ്. ഒരു സത്യം കിട്ടും, മൂക്കുമ്മ ഇടും. അതെ, ചുവന്ന് ഒരുമാതിരി മുന്തിരി പ്ലം പോലെ ആയോ? നമസ്കാരം ഉണ്ടായിരുന്നു. ഇത് ഇടണോ? നിന്റെ ന്യൂഡ് ഷെയ്ഡ് ഇട്ടിട്ട് എനിക്ക് രസം ഉണ്ടായിരുന്നോ? ന്യൂഡ് ഷെയ്ഡ് ഇടണോ? ഇത് ഇടണോ? ഇത് നല്ല ഡാർക്ക് കളറാ. ന്യൂഡ് ഇട്ടോ, എന്നിട്ട് ഭംഗിയില്ലെങ്കിൽ ഡാർക്ക് ഇട്ടോ. ഇതല്ലേ ഇട്ടിരുന്നേ? തീർന്നിട്ടുണ്ട്. അതാ ഇത് മാറ്റി വെച്ചോട്ടോ, തീർന്നിട്ടുണ്ട്. ന്യൂ ഡ്രസ് അല്ലേ? ഒരു മാല തന്നെ 10 പ്രാവശ്യം ഇട്ട് നോക്കിയിട്ടാണ് പറഞ്ഞ സെറ്റായി. ആദ്യമേ ഇതാ നിൽക്കാത്തൊരു ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാം. ക്യൂ ബാക്കിലൊരു കൊരങ്ങൻ. തറയില് നോക്ക്. മഞ്ഞ കൊരങ്ങൻ. ഞങ്ങൾ മാച്ച് ആയിട്ടോ. ready? Let's go. പോവാ. അങ്ങനെ പ്രഗ്യ അതിസാഹസികമായി ലേറ്റ് ആയതുകൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വഴി തെറ്റി ഗൈസ്. മാപ്പ് നമ്മളെ ചതിച്ചു. മാപ്പിനേക്കാൾ കൂടുതൽ ഒരു ചേട്ടൻ ഞങ്ങളെ ചതിച്ചു. ഹൈവേയിലൊക്കെ എങ്ങനെ എത്തും? നമ്മള് വേറൊരു ചേട്ടനെ ഫോളോ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചേട്ടൻ ഞങ്ങളെ പുതിയ പാലം കയറാം അല്ലേ? ആ റൈറ്റ് വഴിയെന്നറിയാം. നമ്മൾ എന്തിനാ ഇത്രയും ചുറ്റിയ മണ്ടത്തി? നേരത്തെ വന്ന വഴിയാ. എടാ, നമ്മൾ ഇത് വഴി അങ്ങോട്ടേക്ക് പോയ ഓർമ്മയുണ്ട? ബ്യൂട്ടി പാർലറിന്ന് തിരിച്ചു പോയ വഴി. എങ്ങനെ ഇരിക്കണു? ഇതെന്തിനാ നമ്മൾ ഇത്രയും ചുറ്റിയ? പിന്നെ മണ്ടികൾ. നിന്നെ കാണിക്കാം. മണ്ടി എന്ന് പറയുമ്പോ മണ്ടീനെ കാണിക്കണ്ടേ? എന്നെ കാണിച്ചിട്ടെന്താ കാര്യം? എനിക്ക് പിന്നെ ഞാൻ സ്ഥിരം ഇവിടെ ആണല്ലോ അല്ലേ? ഞങ്ങള് വഴി കണ്ടുപിടിച്ചു ഗൈസ്. ഇനി ഇവളെ ഞാൻ വണ്ടി ഓടിപ്പിക്കട്ടെ. നേരത്തെ ഞാനൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇവളുടെ അതിവിദഗ്ധമായ ഡ്രൈവിങ്ങിനെ കുറിച്ച്. പാവം കുട്ടി. അങ്ങനെ ഒന്നും ഞാൻ നമ്മുടെ നാട്ടിലെ പല ഇലക്ട്രോണിക് കച്ചവടക്കാരുടെയും കാര്യം ഇങ്ങനെ പറയായിരുന്നു. ടിക്കറ്റ് ഈസി ആയിക്കൊണ്ടിരിക്കുന്ന നൈസിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 4G വന്ന സമയത്ത് നമുക്ക് 4Gക്ക് ആദ്യം കിട്ടിയ
അങ്ങനെ ഒരു എക്സ്പ്രഷൻ. ചിക്കൻ കൊള എന്താ പറയാ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു വിപ്ലവം വന്നില്ലായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ശീലിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ കുറേ പേര് ഒത്തിരി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ നന്ദിത ആൻഡ് റീനേം രണ്ടുപേരും ചേർന്ന് നമ്മളോടൊപ്പം സ്റ്റേജിൽ ജോയിൻ ചെയ്യാനുള്ള വെൽക്കം. ഇങ്ങനെ കാത്തിരുന്ന നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷം എല്ലാവരെയും നമുക്ക് നോക്കാം ഏത് സൈഡിൽ നിന്നാണ് കൂടുതൽ ക്ലാപ്പ് വരാൻ പോകുന്നത് നോക്കാം. ആൻഡ് ലെറ്റ്സ് വെൽക്കം പറയുമ്പോൾ തന്നെ കേട്ട് വേണം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം നന്ദിത ആൻഡ് നമ്രത. എന്തേ മാനം നോക്കിക്കുന്നൊക്കെ സോറി. ഹലോ. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോയി, കല്യാണം സൈൻ ഓഫ് ഒക്കെ ചെയ്ത് പോന്നു. പക്ഷെ നമുക്ക് ഭക്ഷണം തന്നില്ല മീൻസ് അവിടെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബാക്കിൽ പാട്ടുകാരുടെ നല്ല കേൾക്കുന്നുണ്ടോ ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ ഫുഡ് എല്ലാവരും കഴിച്ച് തീർന്നായിരുന്നു, ഒന്നും കിട്ടിയില്ല. പാവ എൻ്റെ പ്രജ്ഞക്കുട്ടി പെഞ്ചുവിന് ഫുഡൊന്നും കൊടുത്തില്ല. ഞാൻ അവൾ ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ ഒരു വാക്കിന് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് ഹോട്ടൽ കഫേ. അപ്പോൾ കണ്ണൂർ തന്നെയുള്ള നല്ലതാണ്, ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര നല്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോന്നു. ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. രാത്രി ഇപ്പം തന്നെ സമയം 11 മണിയായി, 10:30 പ്രോഗ്രാം കഴിയുമ്പോൾ 9:30 DJ തുടങ്ങിയിട്ട് 10 മണിയാകുമ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ട പരിപാടി. 9 ഞാൻ വീട്ടിൽ പോകേണ്ട ആളായിരുന്നു. പക്ഷെ നടന്നില്ല, ഒന്നും നടന്നില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് എല്ലാം ഒക്കെ വാരി വെച്ച് കഴിക്കട്ടെ, എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ അല്ലേ. ബൈ. നമ്മൾ സൈൻ ഓഫ് ചെയ്യല്ലേ. അപ്പോൾ എൻ്റെ വ്ളോഗ്, എൻ്റെ രണ്ടാമത്തെ വ്ളോഗാണിത്. രണ്ടാമത്തെ വ്ളോഗായിട്ടായിരിക്കും ഇത് വരാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ വീഡിയോ കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തേക്ക് പറഞ്ഞു തരുവാണ് കേട്ടോ അപ്പുറത്തേക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.